ചങ്ങൈമാരെല്ലാവർക്കും സുഖല്ലേ? പക്ഷെ നമ്മുടെ കേരളത്തിൽ ഒരു കൂട്ടർക്ക് മാത്രം സുഖമില്ലട്ടാ. അത് വേറെ ആരുമല്ല, നമ്മുടെ നാട്ടിലെ സംഖ്യക്ക്, ചാണക സംഖ്യക്ക്. അവർക്കുണ്ടല്ലോ ഈ അടുത്ത കാലത്തായിട്ട് യാതൊരു സുഖമില്ല. അവര് നമ്മുടെ കേരളത്തിൽ ഉറങ്ങിയിട്ട് എത്ര നാളെയെന്നറിയാം, കുളിച്ചിട്ട് എത്ര നാളെയെന്നറിയാം, ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളെയെന്നറിയാം. ചാണകം കഴിക്കുന്നുണ്ട്, ചാണകം നമ്മൾ ഭക്ഷണമായിട്ട് കൂട്ടുന്നില്ലല്ലോ. പക്ഷെ എന്തൊക്കെയായാലും നമ്മുടെ കേരളത്തിലെ ചാണക സംഖ്യയുടെ അവസ്ഥയുണ്ടല്ലോ വളരെ വളരെ പരിതാപകരമാണ്. ഇന്ന് തന്നെ ആറ്റുകാൽ പൊങ്കാല നടന്നപ്പോ തിരുവനന്തപുരത്ത് എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റി ചാണക സംഖ്യകൾ പരമാവധി ശ്രമിച്ചു. പക്ഷെ എന്താ ചെയ്യാ, ചാണക സംഖ്യയുടെ ആ ഉദ്ദേശം ഉണ്ടല്ലോ, ആ ഉദ്ദേശം നടന്നതേയില്ല. സംഖ്യകൾ മൊത്തത്തിൽ ചതിച്ചതാരാന്നറിയാം, നമ്മളെ പാളയം ഇമാം പറഞ്ഞവരുണ്ടല്ല, അവിടെയുള്ള മുസ്ലിങ്ങൾ മൊത്തം വന്ന ഭക്തരായ ഹിന്ദുക്കൾക്ക് ഉണ്ടല്ല എല്ലാ സഹായവും അങ്ങ് ചെയ്തു കൊടുത്തു. ആ സഹായം ഹിന്ദു ഭക്തർക്ക് കിട്ടുന്ന ആ സഹായം നമ്മുടെ കേരളത്തിലെ ചാണക സംഖ്യകൾ എങ്ങനെ സഹിക്കും സുഹൃത്തുക്കളെ, എങ്ങനെ സഹിക്കും? ഇപ്പൊ സംഖ്യകൾ ശരിക്കും പെട്ടിട്ടുള്ള ഇങ്ങനെ പൊങ്കാല നടക്കുന്നോണ്ടില്ല മതസൗഹാർദ്ദം, കേരളത്തിലെ മതസൗഹാർദ്ദം ഉണ്ടല്ല കുറച്ചും കൂടി ശക്തിപ്പെട്ടിട്ടുള്ളേ. ആ ശക്തിപ്പെടലുണ്ടല്ല കേരളത്തിലെ എല്ലാവരുടെയും ഒരുമിക്കലുണ്ടല്ല അതിങ്ങനെ കൂടിക്കൂടി ദിനം പ്രതി കൂടിക്കൂടി വരികയാണ്. നമുക്കെന്തായാലും നമ്മുടെ കേരളത്തിലെ മൊത്തം സംഖ്യയുടെ കുരുപൊട്ടിച്ച നമ്മുടെ വിശകലിയുടെയും നമ്മളെ കേസില്ലാ വക്കീല് കൃഷ്ണരാജിന്റെ ഒക്കെ കുരുപൊട്ടിച്ച ആ മനോഹരമായ മതസൗഹാർദ്ദ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? നമ്മുടെ പള്ളിക്ക് തൊട്ട് മുമ്പിലാണ് പൊങ്കാല ഇടുന്നത്. എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗകര്യമുണ്ട്. വന്നപ്പോഴേ പറഞ്ഞു ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, കയറിയാൽ മതി എന്ന് പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും 19 വർഷമായിട്ട് നല്ല സഹായമുള്ള ഒരു പള്ളിയാണ്. അവര് വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം, ടോയ്ലറ്റ് സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെയുള്ള ആളുകൾ പാളയം പള്ളിക്ക് തൊട്ട് മുന്നിലായി പൊങ്കാല അർപ്പിക്കാനായി എത്തിയ ആളുകളുണ്ട്. അവരുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് ചോദിക്കാം. നമ്മുടെ പള്ളിക്ക് തൊട്ട് മുമ്പിലാണ് പൊങ്കാല ഇടുന്നത്. എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗകര്യമുണ്ട്. വന്നപ്പോഴേ പറഞ്ഞു ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, കയറിയാൽ മതി എന്ന് പറഞ്ഞു. പൊങ്കാല ഇടുന്നത് മുസ്ലിം പള്ളിയുടെ തൊട്ട് മുന്നിലാണ്. അവരുടെ സഹായമൊക്കെ ലഭിച്ചോ? അതെ, തീർച്ചയായിട്ടും 19 വർഷമായിട്ട് നല്ല സഹായമുള്ള ഒരു പള്ളിയാണ്. എല്ലാ സൗകര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട്. ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ പൊങ്കാലയ്ക്ക് വന്നാൽ സുഖമായിട്ട് വന്ന് പൊങ്കാലയിട്ട് നമ്മൾ തിരികെ പോകുന്നു. എല്ലാ വർഷവും, ഈ വർഷം പറയും അടുത്ത കൊല്ലം കാണാം, അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ പിരിയാറ്. അതുപോലെ തന്നെ ഇപ്പം 19 വർഷമായി പതിവായിട്ട് പൊങ്കാല ഇവിടെ തന്നെയാണ് ഇടുന്നത്. ഞങ്ങൾ കൊല്ലത്തു നിന്നല്ല വരുന്നത്, പത്തനംതിട്ട മല്ലപ്പള്ളി എഴുമറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാരാണ്. ഇപ്പം ഈ വർഷം ഞങ്ങൾ വണ്ടി വിളിച്ച് 17 പേരാണ് വന്നേക്കുന്നത്. ആ 17 പേരും ഇവിടെ പഠിക്കുക തന്നെയാണ് പൊങ്കാല ഇടുന്നത്. പള്ളിക്കകത്തുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ വന്നാൽ കുളിയോ തുടങ്ങുന്നത്. അങ്ങനെയുള്ള ഒരുക്കങ്ങളാണ്. നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുറച്ച് കാലമായി നമ്മുടെ ഒരു മതസാഹോദര്യമൊക്കെ തകർക്കുന്ന നിലയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് യാതൊരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നമ്മളെ ഒരു കുടുംബം പോലെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെ നമുക്കുള്ളത്. നമ്മുടെ ഒരു മതസൗഹാർദ്ദം അങ്ങനെ തന്നെയാണ്. നമ്മുടെ മക്കൾ വെളി രാജ്യങ്ങളിലാണ്. അപ്പോൾ അവരെ വേറൊരു രാജ്യത്ത് കിടക്കുന്ന ആ ഒരു സ്നേഹം നമുക്ക് ഇവരോടുമുണ്ട്, ഇവർക്ക് നമ്മളോടുമുണ്ട്. അങ്ങനെ ആ ഒരു സ്നേഹത്തിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പൊങ്കാലയിൽ പലതരത്തിലുള്ള ഒരു ആവശ്യങ്ങളുമായിരിക്കും ദേവിയോടൊക്കെ ആവശ്യപ്പെടുക. ഇപ്പോൾ ലോകത്ത് ഒരു വലിയ യുദ്ധം നടക്കുകയാണ്. നമ്മുടെ കുറേ സഹോദരങ്ങൾ അവിടെയുണ്ട്. അങ്ങനെ ആ യുദ്ധം അവസാനിക്കണം എന്നുള്ള പ്രാർത്ഥന ഉണ്ടാവും. തീർച്ചയായിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകരുത്, ഉടൻ തന്നെ അവസാനിപ്പിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത്രയും മാത്രമേ. കാരണം നമ്മുടെ മക്കൾ വെളി രാജ്യങ്ങളിലാണ്. മകനുള്ളത് അബുദാബി, മോളുള്ളത് ദുബായ്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വെടിവെപ്പൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിന് ഭയങ്കര ഇതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ആറ്റുകാൽ പോകുന്നുണ്ട് പൊങ്കാല ഇടാൻ. അമ്മ നമ്മളെ അനുഗ്രഹിക്കും. അമ്മ പള്ളിയിൽ പൈസ ഇടണം. അമ്മ പള്ളിയിൽ പോകുമ്പം അവിടെ ചെന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ ചെയ്യൂ എന്ന ആ മക്കളുടെ അനുഗ്രഹവും പറഞ്ഞു. അതുകൊണ്ട് സുഖമായിട്ട് ഇതുവരെ വർഷം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്താണ് പള്ളിയുടെ മുമ്പിൽ പൊങ്കാലിടാൻ എത്തുമ്പോൾ അവരുടെ സഹായമൊക്കെ ലഭിക്കുന്നുണ്ട്? എങ്ങനെയാണ്? അതെ, അവർ വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം, ടോയ്ലറ്റ് സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് വരുന്നത്? ഞങ്ങൾ തിരുവനന്തപുരം തന്നെ. എപ്പോഴും ഇവിടെ തന്നെയാണ് പൊങ്കാല? അല്ല, ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ നേരത്തെ ഇവരോടൊക്കെ ചോദിച്ചതുപോലെ പൊങ്കാലയുടെ പ്രാർത്ഥന പലതുണ്ടാവും. പൊങ്കാല നിവേദ്യം ദേവിക്ക് അർപ്പിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രാർത്ഥനകളുണ്ടാവും. ഇത്തവണ നമ്മുടെ പ്രവാസികൾ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വിദേശത്ത് നിൽക്കുന്നുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ. അവരൊക്കെ ആശങ്കയിലാണ്. അത് അങ്ങനെ ഒരു യുദ്ധം അവസാനിപ്പിക്കപ്പെടണം എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രാർത്ഥന മനസ്സ് നിറഞ്ഞുണ്ട്. അതുതന്നെയാണ്. ഇതാണ് മലയാളികളുടെ മനസ്സ്, മലയാളികളുടെ ഭാഷ എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷ പ്രചരണത്തിലൂടെ അവസാനിപ്പിക്കപ്പെടുന്നതല്ല, അതൊരു മാറ്റം ഉണ്ടാകുന്നതല്ല. ഇത്തവണ യുദ്ധം അവസാനിക്കണം, അതായത് പശ്ചിമേഷ്യൻ നാടുകളിൽ നടക്കുന്ന സംഘർഷങ്ങൾ അവസാനിക്കണം എന്നുള്ള പ്രാർത്ഥന കൂടി കൊണ്ടാണ് ദേവിക്ക് പൊങ്കാല അടുപ്പിൽ നിവേദ്യം അവർ ഒരുക്കുന്നത്. പാളയം പള്ളിക്ക് മുന്നിലാണുള്ളത്. പാളയം പള്ളിയിൽ നിന്ന് വലിയ സഹകരണം അവർ തരുന്ന ഒരു വലിയ കാര്യമാണ്. മറ്റൊരാളും അർഹിക്കാത്ത ഒരു കാര്യമാണ് അവർ ചെയ്തു തരുന്നത്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല വൃത്തിയായിട്ടുള്ള ശുചിമുറികളും എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ അവർ സൂക്ഷിച്ച് നമ്മൾ അതിരാവിലെ വന്നവരാണ്. വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞ് കുളിക്കാനോ കഴിവാനോ ഒക്കെ ഉണ്ടെങ്കിലും കയറി ചെയ്തോളി, നിങ്ങളെല്ലാവരും നമുക്കൊരുപോലെയാണ്, നിങ്ങൾ കയറി ചെയ്തോളി. എന്തായാലും അത് തന്നെയാണ് മോളെ പോലെ. എങ്ങനെയാണ് പൊങ്കാല അർപ്പിക്കാൻ വരുമ്പോൾ നമ്മൾ ഈ അടുത്ത് കേരള സ്റ്റോറിയെ പറ്റിയൊക്കെ കേട്ടിട്ടില്ലേ അല്ലേ? കേരള സ്റ്റോറി 2ാം പാർട്ട് ഇറങ്ങുന്ന ഒരു മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നില്ല. പക്ഷേ അതിൽ നല്ല വ്യത്യസ്തമായി ഇപ്പോൾ ഈ പൊങ്കാല അർപ്പിക്കാൻ വന്നത് പാളയം പള്ളിക്ക് മുന്നിലാണ്. അവരുടെ എല്ലാ സഹായം ലഭിക്കുന്നത്. എങ്ങനെയാണ് കാണുന്നത്? എല്ലാവരും നല്ല ഒത്തൊരുമയോടെ നിൽക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം. ഒരു മതവിദ്വേഷമൊക്കെ നടക്കുന്ന നാടായി കേരളത്തെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനെപ്പറ്റി എങ്ങനെ അഭിപ്രായം? അങ്ങനെ എല്ലാവരും തുല്യമായിട്ട് എല്ലാവരും കാണുന്നുണ്ട്. ജാതി മത വ്യത്യാസമൊന്നുമില്ല.
പഠിക്കുകയാണോ? ആ, പഠിക്കുന്ന ആളായോണ്ടാണ് ഞാൻ ചോദിച്ചത്. പുതുതലമുറയുടെ ഒരു എങ്ങനെയാ അങ്ങനെ ഒരു മതവിദ്വേഷം ഉണ്ടാവോ കേരളത്തിൽ? ഇല്ല, ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഇല്ല. സാഹോദര്യത്തിൽ തന്നെ മുന്നോട്ട് പോകും. അതെ, അതെ. ആരെങ്ങനെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഏറ്റെടുക്കില്ല. ഇല്ല. അങ്ങനെയാണ് യുവതലമുറ എന്നുള്ള നിലയിൽ അതാണല്ല. ഓ, അതെ. ഇപ്പൊ യുദ്ധം നടക്കുകയാണ് പശ്ചിമേഷ്യയിൽ. അതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഗൾഫ് രാജ്യങ്ങളിലൊക്കെ യുദ്ധം നടക്കുകയാണ്. ഇപ്പോൾ ഈ പൊങ്കാലയ്ക്ക് പല പ്രാർത്ഥനകളുണ്ടാവും, പഠനം, ജോലി, അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളുണ്ടാവും, ഭാവി ജീവിതത്തെ പറ്റിയൊക്കെ ഉണ്ടാവും. ഈ യുദ്ധം അത് മലയാളികളെ പ്രത്യേകിച്ച് ഭയങ്കര ആശങ്കയിലാക്കിയ കാര്യമാണ്. കുറേ പ്രവാസികളുണ്ടല്ലോ, അപ്പോൾ അവർക്കായുള്ളൊരു പ്രാർത്ഥന മാറ്റി വെക്കും. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയൊക്കെയല്ലേ അവർ അന്യ നാട്ടിൽ നിൽക്കുന്നത്. ഉറപ്പായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥന ഉണ്ടാവും. അത് തന്നെയാണ് എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഇത്തവണ പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അവരുടെ ആഗ്രഹം പറയൂ സുഹൃത്തുക്കൾ, നിങ്ങൾ തന്നെ പറയൂ. ഈ മനോഹരമായ വീഡിയോ കണ്ടെങ്കിൽ എങ്ങനെയാണ് സംഖ്യകൾ കുരുപൊട്ടാതിരിക്കുക? ആ സംഖ്യകൾ എങ്ങനെ ഉറങ്ങും, എങ്ങനെ ഉണരും, എങ്ങനെ ഭക്ഷണം കഴിക്കും? സുഹൃത്തുക്കളെ, ഈ വാർത്തയുണ്ടല്ലോ, ഈ മനോഹരമായ വാർത്ത കണ്ടാവാട് നമ്മളെ കേസില്ലാ വക്കീലും നമ്മളെ വിശകലനം ഉണ്ടല്ല ബോധരഹിതരായി വീണ്. അപ്പൊ തന്നെ ഉണ്ടല്ലോ അവരെ കൊണ്ടുപോയി ചാണക ഹോസ്പിറ്റലിൽ ഐസിയിൽ കയറ്റിട്ടുള്ളത്. അവർ രണ്ടാക്കും ബോധം തിരിച്ചിട്ടാൻ വേണ്ടിയിട്ടുണ്ടല്ല ഓരോ ലോഡ് ചാണകം വെച്ചിട്ടാണ് രണ്ടാളുടെ ശരീരത്തിലേക്ക് കയറ്റി വിട്ടത്. പിന്നെ ഓൾറെഡി രണ്ടാളും തലയിൽ കുറെ ചാണകമുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്ന് അവിടുത്തെ ആശുപത്രി വൃത്തകള് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞിട്ടുള്ള ഈ അവസ്ഥയിൽ സംഖ്യയുണ്ടല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയരോടെന്നറിയാം, മുസ്ലിങ്ങളോടല്ല, ക്രൈസ്തവരോടല്ല, ശരിയായ ഹിന്ദുക്കളിലെ യഥാർത്ഥ ഹിന്ദുക്കളോടാണ് സംഖ്യക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ദേഷ്യം. കാരണം ഈ കേരളത്തിലെ നല്ലവരായ ഹിന്ദുക്കൾ മൂലമാണല്ലോ സംഖ്യയുടെ ഒരു പരിപ്പും കേരളത്തിൽ വേവാത്തത്. ഇപ്പൊ തന്നെ ചാണക സംഖ്യകൾ അവസാനമായിട്ട് ഒരു കേരള സ്റ്റോറി എന്നുള്ള ഒരു പരിപ്പും കൊണ്ടുവന്ന് ആ പരിപ്പ് എന്തായി? സ്വന്തം ഉണ്ടിക്ക് വെച്ച വെടി പോലെയായി. കേരള സ്റ്റോറി എന്ന് പേരുള്ള ആ പരിപ്പ് ബന്ധിട്ടില്ല. കേരളത്തിൽ എല്ലാവരും ഉണ്ടല്ല, മതം നോക്കാതെ ഒറ്റക്കെട്ടായിട്ട് ആ സിനിമക്കെതിരെ പ്രതികരിച്ച് അങ്ങനെ സംഖ്യയുടെ അവസ്ഥ ഉണ്ടല്ല കേരളത്തിൽ വീണ്ടും അതിദയനീയമായി. എന്തിന് ഇന്ന് രാവിലെ ഉണ്ടല്ലോ നമ്മൾ ചന്ദ്രശേഖരൻ മുതലാളിയില്ലേ, BJPന്റെ മുതലാളി, മൂപ്പര് ഇവരെ പറഞ്ഞ് ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി, ഇതാണ് നമ്മളെ കേരളം, ഇങ്ങനെയാണ് നമ്മളെ കേരളം എന്ന് ചാനലിന്റെ മുന്നിൽ വന്ന് പറയേണ്ട ദയനീയ അവസ്ഥയുണ്ടായി. അതുകൊണ്ട് സംഖ്യകളെ കേരളത്തിലെ എല്ലാ ജനങ്ങളും മതം നോക്കാതെ ഒറ്റക്കെട്ടായി സംഖ്യകളെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഈ കേരളത്തെ ഊപ്പിയാക്കാനാ നോക്കുന്നെങ്കിൽ നിങ്ങൾ നേരെ ഊപ്പിയിലേക്ക് വിട്ടോ, ഊപ്പി തന്നെ ജീവിച്ചോ. അല്ലാണ്ട് നിങ്ങൾ ഈ കേരളത്തിൽ ജീവിച്ചിട്ട് ഈ കേരളത്തെ ഊപ്പിയാക്കാനാ നോക്കുന്നെങ്കിൽ ഒരിക്കലും നടക്കൂല. നിങ്ങളെ കുരുണ്ടല്ലോ ദിവസത്തിൽ കുറെ പ്രാവശ്യം പൊട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പൊട്ടി നിങ്ങൾക്ക് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും ഒന്നും കഴിയാണ്ട് ഈ കേരളത്തിൽ ജീവിക്കേണ്ടി വരും. അപ്പൊ ഒരിക്കൽ കൂടി കേരളത്തിലെ ചാണക സംഖ്യയിലെ കണ്ടം വഴിയൊടിച്ച എല്ലാ ഹൈന്ദവ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ നല്ല സുലാൻ.